ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി, MC റോഡിൽ തന്നെയാട്ടോ, സിഗ്നലിന് തൊട്ട് മുമ്പ്. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും കുടുംബത്തോടൊപ്പം വാഴട്ടെ. ഇന്ന് ചുരിദാറിൻ്റെ വീഡിയോ ആട്ടോ. ഇനി ഫങ്ഷനുകൾ വരുമല്ലേ, പാർട്ടി വെയറും കാഷ്വൽ വെയറും ഒക്കെ ഉണ്ട്, കാണിക്കട്ടെ കേട്ടോ. ആദ്യം ജോർജറ്റിൻ്റെ ഭയങ്കര വെറൈറ്റി ആട്ടോ ജോർജറ്റിൽ. ഇത് ടോപ്പ് ഫുള്ള് ഈ ടൈപ്പ് ജോർജറ്റ്. ഇത് കണ്ടോ, സ്ട്രൈസ് പോലെ ഒരു സീക്വൻസ് വർക്ക്, പിന്നെ ഇവിടെ ഒരു ത്രെഡും കൊണ്ടുള്ളൊരു വർക്കും ഇടവിട്ടുണ്ട്. ഷോളിങ്ങനെ ഷോളിൻ്റെ അരികെ അപ്പടിയും ക്രോഷ്യോ വർക്കുണ്ട്. ഷോളിൻ്റെ അരികെ അപ്പടിയും ക്രോഷ്യോ വർക്കുണ്ട്. ഷോള് സിമ്പിള്, ഇങ്ങനെയല്ലേ സെറ്റ് ഇരിക്കണേ. ബോട്ടം സോഫ്റ്റ് ബോട്ടം. റേറ്റ് 2190. ഇനി ഒരു ഗ്രീൻ ആന്റിക് സീക്വൻസ് വർക്കാട്ടോ, നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നും. ഷോളിത് സിമ്പിൾ ഒറിജിനൽ ക്രൈപ്പ് ഷോളാട്ടോ. ഇതൊന്നും കൊണ്ട് കഴുകരുത് കേട്ടോ, ഇതൊക്കെ ഡ്രൈ വാഷ് ആയിരിക്കും. ഇത് ഒറിജിനൽ ക്രൈപ്പാ. നല്ല കളറല്ലേ, നല്ല ഡാർക്ക് ഗ്രീൻ, എല്ലാം നല്ല കളറാട്ടോ. ഒരു കളർ തന്നെ എല്ലാവരും ഇവിടെ ചോദിക്കരുത്, എന്നിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടണില്ല, ഞങ്ങളിനി ഫോളോ ചെയ്യണില്ല, ഇങ്ങനെയൊക്കെ കൊതുക് കുത്തരുത് കേട്ടോ. അതിനെച്ചാൽ ലോകം അപ്പടി ഒരു സാധനം ചോദിക്കും, ഒരു കെട്ടിൽ ഒരു കളറല്ലേ കാണുള്ളൂ. ഞാൻ 4 കെട്ട് വരുത്തിയാൽ 4 പേർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പല കളറും ഇടാം, പലത് ചോദിക്കില്ല, ഏതെങ്കിലും കിട്ടാണ്ടിരിക്കില്ലല്ലോ. പോട്ടെ, പീച്ച് അതെന്നാന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ഒരു കാര്യത്തിൽ കേരളീയർക്ക് ഭയങ്കര ഐക്യതയാണ്. എല്ലാവരും ചോദിക്കുമ്പോൾ സെയിം സാധനം ചോദിച്ചാൽ എൻ്റെ സങ്കടം വരുമ്പോൾ കിട്ടില്ല. എനിക്ക് സങ്കടമാകും, കഷ്ടമാവും. ഒത്തിരി അകലെന്നൊക്കെ വന്നിട്ട് അത് സാധനം കിട്ടില്ലെന്ന് പറയുമ്പോൾ. ക്രേപ്പിൻ്റെ ഇത് ബേജ് കളർ കേട്ടോ. ബേജിലൊരു ലൈറ്റ് ഗ്രീനോടെ കൂടിയ ബേജാണ്. ടോൺ ടു ടോൺ ആണ് സെയിം. ഇനി ഒരു സെമി സിൽക്കില് നല്ല രസം, ഒരു ഗ്രാൻഡ് വർക്ക്, അതിൻ്റെ തന്നെ വർക്ക്. ഓർഗൻസ ഷോള്. ബോട്ടം ഈ സോഫ്റ്റ് കൂടിയ സൈസി തന്നെ ഷാൻഡോ ബോട്ടം. 1699. ഗ്രീൻ, പേസ്റ്റൽ ഗ്രീൻ, നല്ല സോഫ്റ്റ് ഓർഗൻസ ഷോള്. ടോൺ ടു ടോൺ ആണ്. കുറച്ച് ദിവസമായിട്ട് ടോൺ ടു ടോൺ കിട്ടണില്ലായിരുന്നു, അപ്പടിയും കോൺട്രാസ്റ്റ് ആയി തുടങ്ങിയായിരുന്നു. അതേ പിന്നെയും ടോൺ ടു ടോൺ, പല പല വെറൈറ്റി. നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ, ഒരു ചെറിയൊരു ചെക്ക് ഡിസൈൻ പോലെ. സെൽഫ് അറിയാൻ പറ്റില്ല, സൂക്ഷിച്ച് നോക്കിയാൽ. 1699. ഇനി ബേജ് കളർ. ബേജ് എന്ന് പറയാൻ ചിക്കു എന്ന് പറയണായിരിക്കും കറക്റ്റ്. ഷോളിത് ബോട്ടം വർക്ക്, നല്ല വർക്കാണ്, ഒരു വെറൈറ്റി വർക്ക്. അതിലൊരു ജെറി ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡാർക്കും ലൈറ്റും ഇട്ട് അതിൻ്റെ തന്നെ. ബ്ലൂ ഷോളിത്, ബോട്ടയത്. 1699. ഇനി അതിൻ്റെ ഒരു ഗ്രീൻ. കുറേ കളേഴ്സ് ഉണ്ട് ഇപ്പോൾ സെറ്റുകൾക്ക്, 4 എണ്ണമൊന്നും അല്ല.
നേരത്തെ സെറ്റൊക്കെ എടുത്തു. നമുക്ക് അടുത്ത എപ്പോഴും ഏപ്രിലെ സ്റ്റാർട്ടിങ് മുതൽ ഫങ്ഷൻ തുടങ്ങുമല്ലേ. പിന്നെ ഒരു ആഘോഷമാണ്. വിഷു, ഈസ്റ്റർ, പെരുന്നാള് എല്ലാം വരുമല്ലേ. എല്ലാവരുടെയും കല്യാണങ്ങള്. കഴിഞ്ഞ വർഷം നമ്മള് വനവാസം പോലെ അല്ലായിരുന്നു, എന്നാലും രസമായിരുന്നു അല്ലേ. കാര്യമൊക്കെ ശരിയാ. ഒരു ഭയമൊക്കെ ഉണ്ടെങ്കിലും ഫാമിലി ആയിട്ട് എല്ലാവരും ഒക്കെ ഒന്ന് ഇരുന്ന് ഇനി ഒരു ജോർജറ്റിന്റെ അടിപൊളി സെറ്റ്. നല്ലൊരു ഓഫ് വൈറ്റ് ടോൺ ടോൺ ആണ്. ഒരു സീക്വൻസ് വർക്കാണ്. ഭയങ്കര വെറൈറ്റി. അതിന്റെ ഷോള് കണ്ടോ കേട്ടോ. ഫുൾ കട്ട് വർക്ക് ഡിസൈൻ. രണ്ട് വശവും ഞാൻ പറഞ്ഞില്ലേ, ഒരു 20-25 വർഷം മുമ്പത്തെ ഡിസൈൻ ഇത്. അന്ന് എല്ലാ സാരിയിലും പ്ലെയിൻ സാരിയില് ഈ വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കാൻ പോയപ്പോഴൊക്കെ ഈ വർക്ക് അന്ന് കട്ട് വർക്ക്. അതിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ഇലയിലൊക്കെ ഒരു ഹോളൊക്കെ ഇട്ട് കട്ട് വർക്ക് ഡിസൈൻ ചെയ്ത് അതൊക്കെ തപ്പിപ്പറക്കിയായിരിക്കും. പണ്ടത്തെ സൂക്ഷിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒരു മില്ലൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കെല്ലാം അടിച്ചുണ്ടാക്കാറുന്നു അല്ലേ. ഈ പണ്ടത്തെ ഈ ഡ്രസ്സെല്ലാം കൂടെ പൊക്കി പിടിച്ചായിരിക്കും പുതിയ ഫാഷൻ ഉണ്ടാക്കണേ. ഫാഷൻ ഡിസൈനേഴ്സ് അങ്ങനെയായിരിക്കും കണ്ടുപിടിക്കണേ. ജോർജറ്റാട്ടോ അത്. 1699. പീച്ച് അടിപൊളി കളർ. മുഖത്തിന് നല്ല കളറായില്ലേ. പീച്ച് ഇടുമ്പോ മുഖം ഫേസിന് നല്ല കളറായില്ലേ. ബോട്ടം ടോൺ ടു ടോൺ. വർക്കും ഭയങ്കര സ്റ്റൈലാണ്. നല്ല വെറൈറ്റി ജോർജറ്റിലെ വെറൈറ്റി സെറ്റ്. 1699. മുന്തിരി കളർ. ഇത് നല്ല സ്റ്റാൻഡേർഡ് സെറ്റാട്ടോ. എല്ലാം ഇങ്ങനെ ഷോളിലൊക്കെ വർക്കില്ലേ. ഷോളിന്റെ അരികത്തും ഉണ്ട്, ഇങ്ങനെ ഉള്ളിക്കടി ഉണ്ട് കേട്ടോ. ബോട്ടം നല്ല കളേഴ്സ്. ഒത്തിരി ഇല്ല. എല്ലാവരും ഒരു കളർ തന്നെ ചോദിക്കരുത്. 2-3 കെട്ടുണ്ടായിരിക്കും. എന്നിട്ട് എല്ലാവരും കൂടെ ഒരു കളർ ചോദിച്ചാൽ 3 പേർക്ക് കിട്ടുള്ളൂ. എന്നിട്ട് കിട്ടണില്ല, നിങ്ങൾ ഇനി ഫോളോ ഇല്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ സങ്കടം വരുള്ളൂ. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആ സപ്പോർട്ട് കൊണ്ടല്ലേ നമ്മളിപ്പോൾ നിൽക്കണേ. ഷോള് മാക്സിമം പരാതി കുറയ്ക്കാൻ കുറേ പേരെ വെച്ചിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഇനിയും കുറേയും കൂടെ കറക്റ്റ് ആക്കണം എന്ന് തോന്നുന്നു. ഓൺലൈനിൽ കിട്ടാണ്ട് പോണതും ഇങ്ങനെ കുറച്ചൊക്കെ കുറഞ്ഞായിരുന്നു. ഇനി ഒന്നുകൂടെ കുറച്ചുകൂടെ കറക്റ്റ് ആക്കാനുണ്ട്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ. നിങ്ങൾ ക്ഷമിച്ച് എന്നെ സഹിക്കണ കാരണമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. യേശമ്പരാനും ഇങ്ങനെ സഹിച്ചാണ് എന്നെ കൊണ്ടു കിടക്കണേ. നിങ്ങളും അതെ കേട്ടോ. യേശമ്പരാൻ നിങ്ങളിൽ കൂടിയല്ലേ ഇപ്പം എന്നെ അനുഗ്രഹിച്ചേക്കണേ. വലിയൊരു അനുഗ്രഹ. അങ്ങനെയല്ല, യേശുവിൻ്റെ പകരക്കാരെ യേശുവിന് വന്ന് എന്നെ സഹായിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ യേശുവിൻ്റെ പകരക്കാരായിട്ട് നിങ്ങളെ വിട്ടല്ലേ എന്നെ ഇപ്പം സഹായിക്കണേ. അത് കാരണം നിങ്ങൾക്ക് ഒത്തിരി സമൃദ്ധി ഉണ്ടാകട്ടെ. കെട്ടിയൊന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ വരുമല്ലോ. പിള്ളേർക്കൊക്കെ പരീക്ഷയല്ലേ. എല്ലാവരും യേശുമ്പരാൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ യേശുമ്പരാൻ വലതു ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിയില്ല, ഭ്രമിക്കുകയില്ല എന്നൊക്കെ വചനം ഏറ്റില്ല പറയണം. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൾ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മതിയായവൻ, ഇങ്ങനെ യേശുമ്പരാൻ സകലത്തിനും മതിയായവൻ എന്ന് പറഞ്ഞാൽ തന്നെ പിള്ളേരെല്ലാ എക്സാമിനും ഫുൾ മാർക്കും കിട്ടും. പഠിക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ പഠിക്കാണ്ടിരിക്കരുത്. അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്നൊക്കെയല്ലേ യേശുമ്പരാൻ പറഞ്ഞേക്കണേ. ഷോള് ബോട്ടം നല്ല കളേഴ്സാട്ടോ. നല്ല ചാർട്ട ഇതിൻ്റെ. ഇനി അടുത്തത് പാർട്ടി വെയറാ. സെമി ടെസറിന്റെ അടിപൊളി ഷോള്.
1599. ബോട്ടം സ്ലബ്. നല്ല കളേഴ്സ്, പീച്ചും ആഷും. ഫങ്ഷൻ വെയറിന് ഉള്ള ഡ്രസ്സൊക്കെ നേരത്തെ തയ്ച്ചു. ഇപ്പം ഒത്തിരി കിട്ടും. എല്ലാ തവണ എങ്ങനെയാ, ഓണത്തിന് 1 മാസം മുമ്പ് നിറച്ച് സെറ്റ് കിട്ടും. അത് കഴിയുമ്പോൾ ഓണം എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടാ സെറ്റ് കിട്ടാൻ കുറച്ച് ദിവസത്തേക്ക്. പിന്നെ അത്ര ഭംഗിയുള്ള കിട്ടില്ല, ആദ്യമാണ്. അതുപോലെ തന്നെ ഇപ്പം വിഷുവിനൊക്കെ 1 മാസം മുമ്പാണ് നല്ല സെറ്റുകൾ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ അതെങ്ങനെയാ, എല്ലാ ഫങ്ഷനും 1 മാസം മുമ്പ് നല്ല വെറൈറ്റി കളക്ഷൻ വന്നെ. നല്ല ഇതിൻ്റെ വർക്ക് കണ്ടോ, സൂപ്പർ ഹാൻഡ് വർക്കാ, അടിപൊളി ഹാൻഡ് വർക്ക്. ബോട്ട ഇത്, ഷോളിത്. ഇത് ടോപ്പ്, ഇത് പീച്ച് ഷോള്, ബോട്ട ഇത്, മുന്തിരി കളറ്. നല്ല കളർ കോമ്പിനേഷനും ആ ഷോൾ ഒത്തിരി അട്രാക്റ്റീവാണ്. ഷോളിൻ്റെ വർക്കും നല്ല രസം, നല്ല കോമ്പിനേഷനുകളുമാണ്. ചെറുപയർ വെച്ചയും യെല്ലോയും നല്ല യെല്ലോ കോമ്പിനേഷൻ അല്ലേ. വർക്ക് നോക്കിക്കേ, ബോട്ട ഇത്. ബ്ലൂവും പിങ്കും. ഷോളിന്റെ വർക്ക് കണ്ടല്ലോ അല്ലേ, അപ്പടി എംബ്രോയിഡറി. അതിന്റെ കൂടെ ആ റണ്ണിങ്ങൂടെ വിട്ടപ്പോൾ, റണ്ണിങ് സ്റ്റിച്ചൂടെ വിട്ടപ്പോൾ ആ ഓർഗൻസൊക്കെ എന്ത് ഭംഗിയാ. നല്ല സോഫ്റ്റ് നൈസ് ഓർഗൻസ. എല്ലാവരും പറയൂ കേട്ടോ, നേരെ ഇവിടെ വന്ന് സെറ്റ് കാണുമ്പോൾ ഒരു രസമില്ല. ഞാനിങ്ങനെ വിടത്തി കാണിക്കുമ്പോൾ നല്ല രസമാണ്. അവനോ വിടത്തി കണ്ണാടി നോക്കുമ്പോഴും ഇതുപോലെ രസമാണ്. അങ്ങനെ ഒന്നും നോക്കാൻ പറ്റൂല. അയ്യോ ഞങ്ങൾ കണ്ടതൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. വിടത്തി കാണിക്കുമ്പോൾ എല്ലാത്തിൻ്റെ എന്നും വീഡിയോ അല്ലേ, എല്ലാത്തിൻ്റെ കുറച്ച് റീസ്റ്റോക്ക് കാണും, അല്ലാണ്ട് സെറ്റുകളും ഒക്കെ കാണും. വില കുറഞ്ഞതൊക്കെ അവസാനം കാണിക്കുള്ളൂ. വീഡിയോ ഒട്ടും കട്ട് ചെയ്യരുത്, കട്ട് ചെയ്യാണ്ടിരിക്കാനാ. നല്ല സെറ്റായിട്ട് കിടക്കി വിട്ട്. ഇതൊരു സോഫ്റ്റ് സിൽക്കാട്ടോ. നല്ല സിൽക്കി കോട്ടയുടെ കേട്ടോ. അയ്യോ ഇത് ഞാൻ സിൽക്കി കോട്ടയൊന്നും ഓർത്തില്ല. സിൽക്കി കോട്ടയില് ഫുൾ എംബ്രോയിഡറി, അടിപൊളി സെറ്റ്. ഇതും ഒത്തിരി ഇല്ല, എല്ലാവരും കൂടെ അപ്പടി പല കളേഴ്സ് ചോദിക്കണം. സിൽക്കി കോട്ടയുടെ ഷോളും ടോൺ ടു ടോൺ ഫുൾ ചേർന്ന് സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ. അത് നല്ല ഡിജിറ്റൽ പ്രിന്റ് അല്ലേ, അങ്ങനെ നല്ല കളർ കോമ്പിനേഷനില്. മഴവിൽ മനോരമ അല്ല, അയ്യോ മഴവില്ല് പോലെ പല കളേഴ്സ് ഉണ്ടെന്ന് പറയാൻ വന്നതാണ്. അത് മഴവിൽ മനോരമ എന്നായി, അവർക്ക് പരസ്യമായി. എനിക്ക് വയ്യ. ദേ ഷോളും അങ്ങനെ ഫുൾ വർക്ക്. ബോട്ട ഇത് കോട്ടൺ സിൽക്ക്. റേറ്റ് അതിന് വലിയ റേറ്റ് ഇല്ല, 1399. നല്ല സെറ്റല്ലേ. യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. റിപ്ലൈ പറയണില്ലെന്നൊക്കെ പരാതിയുണ്ട്. മാക്സിമം ശ്രമിക്കണ്ടേ, മാക്സിമം എന്ന് പറഞ്ഞാൽ ഒത്തിരി ശ്രമിക്കണ്ട്. യേശുബ്രാൻ്റെ കൃപയാൽ എല്ലാവർക്കും റിപ്ലൈ പറഞ്ഞ, എല്ലാവർക്കും ഡ്രസ്സ് തന്ന ഓൺലൈനിൽ വലിയൊരു സക്സസ് ആകണമെന്ന് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. റെഡ് നല്ല, ഈ റെഡിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ കല്യാണ ഡ്രസ്സ് എല്ലാം റെഡ് സാരികളല്ലേ, പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് പറഞ്ഞത്. റെഡ് ഇങ്ങനെ നമുക്ക് അതെന്നാണോ, അങ്ങനെയാണ് കൺസെപ്റ്റ്. നല്ലതല്ലേ റെഡ് ഇങ്ങനെ വെച്ചിട്ട്. വെഡ്ഡിങ് സാരി റെഡിൻ്റെ കോമ്പിനേഷൻ അല്ല എല്ലാം, അത് കാരണമാണ്. എല്ലാ ചാർട്ടും രസമാട്ടോ. അടുത്ത് ബ്രൗൺ എന്ത് രസമാണ്.
എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്. പലതും മാറി മേടിച്ചു. എന്ത് രസം ഈ റേറ്റിന് ഇത്രയും നല്ല സ്റ്റാൻഡേർഡ് സെറ്റ്. ഇത് വില കൂടിയ സെറ്റിലുള്ള ബോട്ടവും വെച്ചിട്ടുണ്ട് അവർ. നല്ല ഇറക്കമുണ്ട് കേട്ടോ, ഇറക്കം പറയാൻ മറന്നുപോയി. നല്ല ഇറക്കമുണ്ട്. 45-47 കിട്ടും. അതിൽ കൂടുതൽ 50 ഇഞ്ച് അത്രയൊന്നും കിട്ടില്ല. എനിക്കൊക്കെ എന്നെക്കാളും 2 ഇഞ്ച് ഹൈറ്റുള്ളവർക്കൂടെ പാകാവുമായിരിക്കും. 45 കിട്ടും. 45-46 കിട്ടും. ബേക്കറി സോഫ്റ്റ് ആയിട്ടിരിക്കും. സോഫ്റ്റ് ആട്ടോ. എനിക്ക് സോഫ്റ്റ് ഒത്തിരി ഇഷ്ടം. വണ്ണം കുറവ് തോന്നിക്കുമല്ലോ. എങ്ങനെയാലും വണ്ണം കുറയണമെന്ന് ഓർത്ത് എന്തെല്ലാം ഉദ്യമത്തിലാ. എക്സസൈസും ചെയ്യില്ല, ഉദ്യമം. പക്ഷെ പരാജയപ്പെട്ട് എപ്പോഴും അരക്കിലെങ്കിലും കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളൊക്കെ ഇന്ന് കൂട്ടായിട്ട് പ്രാർത്ഥിക്കട്ടോ, സ്ലിം ആകണം. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി സ്ലിം ആകണം. തീറ്റ കുറയ്ക്കാനും പറ്റൂല, എക്സസൈസ് ചെയ്യാനും പറ്റൂല. ഡ്രസ്സൊക്കെ ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണം വണ്ണം കുറവ്. നല്ല കളറ്, നല്ല രസമില്ലേ? ബ്രിക്ക് റെഡ് ഷോള്, ബോട്ടയിൽ. ഈ റേറ്റിന് അതിമനോഹരമായ സ്റ്റാൻഡേർഡ് സെറ്റ്. ഇനി അതിലും അതിമനോഹരായ പാർട്ടി വെയർ ആട്ടോ വന്നെ. നോക്കിയേ, ഫുൾ ഇങ്ങനെ ഷോളയിലുണ്ട്. നമ്മളൊന്ന് കാണിച്ചതാ. സ്റ്റോക്ക് വന്നു, അന്നേരം എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല. ഈ ഡിസൈനാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. മാങ്ങ, ഇവിടെ മാങ്ങയ്ക്ക് കേരളീയർക്ക് വലിയ ഡിമാൻഡാണ്. മാങ്ങ ഡിസൈനാണ്. റേറ്റ് 1799. ബ്ലാക്ക്. പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചോദിച്ചിട്ട് അത് തന്നില്ല ഇത് തന്നില്ലെന്നും പറഞ്ഞൊന്ന് ഷെയർ ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ. അടുത്ത തവണ കിട്ടൂന്നേ. മാക്സിമം തന്നെ കാശ് കിട്ടണ കാര്യമില്ല, തരാണ്ടിരിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവുമോ? പിന്നെ ഇപ്പം റീസ്റ്റോക്ക് ഇങ്ങനെ ചിലതിനൊന്നും ചോദിക്കാത്തതിന് വെച്ചാൽ ഒരു കളറായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. അപ്പം നമ്മൾ റീസ്റ്റോക്ക് ചോദിക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. എല്ലാവരും കൂടെ എല്ലാ സെറ്റും കൂടെ വരില്ലേ? അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം. ആശ ഇതിൻ്റെ എല്ലാ കളർ കോമ്പിനേഷനും സെറ്റുകളും എല്ലാം സൂപ്പറാണ്. നല്ല ഷോള് ഫുള്ള് വർക്കാട്ടോ, എന്തോരം വർക്കാം. ഇതൊക്കെ ഒരു 5-8 വർഷം കഴിയുമ്പോൾ പിന്നെ ഇത് കറങ്ങി വരും. എപ്പോഴും ഫാഷൻ ഇതുപോലെ തന്നെ കോപ്പി അടിച്ച്. നമ്മുടെ ഡ്രസ്സ് ഈ ചുരിദാറ് പിന്നെ നമ്മൾ തയ്ക്കുമ്പോൾ നീളമൊക്കെ കുറഞ്ഞ് അങ്ങനെയൊക്കെ ഫാഷൻ പോയാൽ പോവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സെറ്റിൽ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും രണ്ടാമത് വന്നു. ഭയങ്കര ക്ലിക്ക് ചെയ്ത ചുരിദാർ സെറ്റല്ലേ ഇത്. ബോട്ടേത് വാടാമുല്ല കളർ. ഡാർക്കും ലൈറ്റൊക്കെ ആയിട്ട് അതിൻ്റെ കോമ്പിനേഷനുകൾ. അരി വർക്കും ആല്ലോ, നല്ല രസമില്ലേ കളറ്. ബോട്ടം ഇതിൻ്റെ ലൈറ്റ് ചാർട്ട്. സിഗട്ട് പാൻ്റ് അടിച്ചാൽ മതി, ലോങ് ആയിട്ട് തയ്ച്ചിട്ട്. സൈഡിൽ 2 ബട്ടൺസ് ഒക്കെ ആയിട്ട് മേള് ചുറ്റും എലാസ്റ്റിക്കും കിട്ടാൽ മതി. ഗ്രീൻ. ബോട്ടേത്.
ഇനി അടുത്തൊരു സിമ്പിൾ സെറ്റാണ്. സോഫ്റ്റ് സിൽക്കിൽ ഫുൾ യോക്ക് വർക്ക്. അത് നല്ലൊരു സിൽവർ ജെറി പോലത്തെ ഒരു വർക്ക്. ഷോള് ബുട്ട ഷോള്, സോഫ്റ്റ് ഷോള്, ടോൺ ടു ടോൺ. ഇതിന്റെ വില കേൾക്കുമ്പോൾ ഞെട്ടു കേട്ടോ. 890 ഉള്ളൂ. നല്ലതല്ലേ? നീളം ഇഷ്ടം പോലെയുണ്ട്. 47 ഇഞ്ചും കിട്ടും. ബാക്ക് പ്ലെയിൻ ആട്ടോ, ഫ്രണ്ടിലെ എംബ്രോയിഡറി ഉള്ളൂ. ഫുൾ എംബ്രോയിഡറി. 890 തന്നെ അല്ലേ? 890. ഗ്രീൻ കെട്ടല്ല ഇപ്പൊ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇടുന്നതാ. അത് കാരണം വിലകള് ധൃതി പിടിച്ച് വിലയിട്ട്. ഷോളിത്, ടോപ്പിത് 890. പീച്ച് ഷോളിത്, ബോട്ടം നല്ല ബോട്ടം ഒക്കെ ആട്ടോ, ഇച്ചിരി ഗ്ലോസി ഉള്ള ആ ബോട്ടം. 890ക്ക് നല്ല കളേഴ്സ് ആട്ടോ. നല്ല സെറ്റ്, നല്ല ഷേപ്പിലൊക്കെ തയ്ച്ചത്, നല്ല ഫുൾ വർക്കല്ലേ. സോഫ്റ്റ് ആയിട്ട് ജോർജറ്റ് ഇരിക്കണ പോലെ സോഫ്റ്റ് സിൽക്ക് ഒതുങ്ങി വരും. കഴിയുന്നത്ര ഇച്ചിരി ഒതുങ്ങണ സെറ്റുകളെ ഞാൻ എടുക്കാറുള്ളൂ. നമ്മൾക്കിടെ മനസ്സിങ്ങനെ ഓരോ തടിയുള്ള കാരണം അങ്ങനെ തടിയില്ലാത്തവരെ ഓർക്കണേയല്ല, അങ്ങനെ എപ്പോഴും അങ്ങനെ അറിയാണ്ട് ചില സോഫ്റ്റ് മെറ്റീരിയലിനോട് ക്രേസ് തോന്നൂലോ. ആഷൻ ഇനി ഒരു സോഫ്റ്റ് സെമി ടസർ കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ, ഫുൾ വർക്ക്. 1490. ഇതിന്റെ ഷോള് നോക്കിയേ, നല്ല രസമില്ലേ? ബോർഡർ ഇങ്ങനെ കോൺട്രാസ്റ്റും ആട്ടോ. ബോട്ടം കോട്ടൺ സിൽക്ക്, സ്ലബിനൊരു ഗുണമുണ്ട്, ചൂടില്ല. കോട്ടൺ സിൽക്ക് ചൂട് വരും. ചിലതിൽ അവർ കോട്ടൺ സിൽക്കാണ് വെക്കണേ, ചിലതിൽ സ്ലബാ. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? 1490. ഇത് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് കഴുകിയാലൊന്നും പ്രോബ്ലം ഇല്ല. ഷോള് കഴുകണ്ട കേട്ടോ, ചെറു ചൂടത്ത് തേച്ചാൽ മതി. കൊറോണ കാലത്ത് കഴുകണ്ടേന്ന് ചോദിക്കും. കൊറോണ കാലത്ത് ചെറു ചൂടത്ത് തേച്ചാലും വൈറസൊക്കെ ചത്തോളും. ഇതേ സെറ്റെല്ലാം തരുമോന്ന് എടുത്തോ. ആഘോഷങ്ങളുടെ ആഘോഷം. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെയാ പറയണേന്ന് ഓർക്കണല്ലേ നിങ്ങളെ വീഴിക്കാൻ. അല്ല, ശരിക്കും കഴിഞ്ഞ വർഷം നമ്മളൊന്നും ആഘോഷിച്ചില്ലല്ലോ. വിഷു ഈസ്റ്റർ ഒക്കെ വീട്ടിലല്ലായിരുന്നോ? അതിന് പകരം ഈ തവണ ആഘോഷിക്കണ്ടേ? രസമല്ലേ ഓർക്കുമ്പോ? കഴിഞ്ഞ വർഷം ഒരു വർഷം പുറത്തിറങ്ങാണ്ട് എത്ര ആ മൊബൈലിന്റെ മുമ്പിൽ നിന്ന് മാറൂലായിരുന്നു. ഫുൾ മൊബൈലിൽ എന്തെല്ലാം മൊബൈലിന്റെ അകത്തായിരുന്നു. ബോട്ട് ചെയ്ത് ഞാൻ പിന്നെ കുറെ ബൈബിളൊക്കെ വായിച്ചു കേട്ടോ. ഷോള് റെഡിഷ് മെറൂൺ പീച്ച്. ബൈബിള് വായിച്ച കാരണം യേശുമ്പുരാൻ ഒരു വഴി തുറന്നു തന്ന ഇത്. ഫുള്ള് ഇതിൽ വർക്കുണ്ട് കേട്ടോ, താഴെ വരെ. ലെങ്ത് ഇതൊരു 47 കിട്ടുമായിരിക്കും. നല്ല ലെങ്ത് ഉണ്ട്. ഫുള്ള് ഇങ്ങനെ ബുട്ട പോലെ ഇങ്ങനെ സ്ട്രൈസ് വിലങ്ങനെ അടിച്ചിട്ടുണ്ട്. തുണി നീളപ്പാട് തയ്ക്കണം കേട്ടോ. ഇങ്ങനെ വര വരാൻ വേണ്ടി അങ്ങനെ തയ്ക്കരുത്. ബാക്ക് പ്ലെയിനാ. എപ്പോഴും സിൽക്കുകളിലും ഒക്കെ ഇങ്ങനെ ക്രോസ് ലൈൻ എപ്പോഴും ട്രെൻഡ്. താഴത്തോട്ട് സ്ട്രൈസ് അല്ല ട്രെൻഡ്. വണ്ണം തോന്നിക്കും, പിന്നെ വണ്ണമൊന്നും തോന്നിക്കൊന്നുമില്ല. ഞാനെല്ലാം എന്ത് സ്ട്രൈസ് ഉണ്ടെങ്കിലും ഇങ്ങനെ അടിക്കാറുള്ളൂ. ഇതുമായിട്ട് വണ്ണമൊന്നും വലിയ ബന്ധമില്ല. എന്നാലും തീറ്റ ഉറക്കാണ്ട് ഒരു കാര്യം രക്ഷയില്ല. ആഷും പീച്ചും. ഇത് നേവി ബ്ലൂ ലിറിൽ ഗ്രീന്. ഷോളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഷോൾ. കണ്ടല്ലോ അല്ലേ? ഈ അടിപൊളി സെറ്റാട്ടോ. ഒരു ലിനൻ കോട്ടൺ, ലിനൻ ഫീലിങ്സിലൊരു കോട്ടൺ ഫുൾ എംബ്രോയിഡറി.
ബോട്ടം കോട്ടൺ ആട്ടോ, കോൺട്രാസ്റ്റാ. ബോട്ടം ഈ എംബ്രോയിഡറിയുടെ കളർ കോൺട്രാസ്റ്റാ. ലെങ്തും കിട്ടും കേട്ടോ, 45-46 മിക്കതിനും ഉണ്ട്. എൻ്റെ ഷോളാണ് അതിമനോഹരം. നല്ല ഷോള്, ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആയിട്ട് സിൽക്ക് ഷോള്. റേറ്റ് എത്ര? 1099 ഉള്ളൂ. ഇതും കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ, ഒത്തിരി സെറ്റ് വയ്ക്കരുത്. നല്ല സെറ്റാ. ഇതിന്റെ ഈ എംബ്രോയിഡറിയുടെ കളറാട്ടോ ബോട്ടം. ഷോളും ടോപ്പും ഒരേ ഇത്. അങ്ങനെ കുറേ സെറ്റ് തന്നെ ഉണ്ടല്ലോ. സിഗരറ്റ് പാൻറ് കഴിക്കാൻ അടിപൊളിയാ. വേറിട്ട ഷോൾ ബോട്ടം ഇങ്ങനെ കോൺട്രാസ്റ്റ് കാണുമ്പോൾ നല്ല രസമല്ലേ. ഷോള് കണ്ടോ, ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ ആയിട്ടതേ അതിമനോഹരല്ലേ. ഈ കളറൊക്കെ പേസ്റ്റ് ചാട്ട് നല്ല രസമില്ലേ. ലൈലാക്കും പിങ്കും കൂടെ കൂടിയൊരു കളർ. $1099 അല്ലേ. കളറൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റണ്ടല്ലോ അല്ലേ. സ്പീഡൊന്നും അധികമായി പോണില്ലോ. പേസ്റ്റൽ ഗ്രീൻ. ഇനി സെമി ടെസറിന്റെ ഒരു സെറ്റ്, ബഗൽപൂരി സിൽക്ക് സെമി ടെസറിന്റെ ഒരു സെറ്റ്. സോഫ്റ്റ് ആട്ടോ ഷോള്. ഷോളിൽ ഇങ്ങനെ ബുട്ട ഡിസൈൻ ഫുള്ളുണ്ട്. 999. മുന്താണി ഇതിങ്ങനെ. ഈ റേറ്റിന് ഇത് ഭയങ്കര നല്ലതല്ലേ, പക്ഷെ കുറച്ചേ ഉള്ളൂ. ഇതിന് ഈ റേറ്റേ ഉള്ളൂ അല്ലേ. നല്ല നീളം കേട്ടോ, 47 വരെ കിട്ടും. താഴെ കിടക്കുന്നുണ്ട് നീളം. ഇതവർക്ക് വില മാറിപ്പോയതാണെന്നൊരു സംശയമുണ്ട്. കോൺട്രാസ്റ്റ് ഷോളൊക്കെ നമുക്ക് വില മാറിപ്പോയതാണോ? യേശുവെ, ധൃതി പിടിച്ച് വിലയിട്ട് അപ്പടി തെറ്റിപ്പോവാണോ എന്നൊരു സംശയമുണ്ട്. 1009 അല്ല, എത്ര? 999 ഉള്ളൂ കേട്ടോ. ₹1 കുറവ് 1000-നേക്കാളും. കളർ പറയാൻ മറന്നു, ബ്ലൂവും മഞ്ഞയായിരുന്നു കേട്ടോ. ഗ്രീൻ വിത്ത് പീച്ച് ബോട്ട. ഇത് $999. ഒരു കളർ തന്നെ ചോദിച്ചാൽ ഞാനും വഴക്കടിക്കും കേട്ടോ. എൻ്റെ ദൈവമേ, 2-3 കളർ അടിച്ചു. അപ്പൊ ആരെങ്കിലും പറയും ഇപ്പൊ 2-3 കളർ അടിച്ചാലും കിട്ടാറില്ലല്ലോ എന്ന്. യേശുവമ്പുരാന്റെ കൃപയാൽ എല്ലാവർക്കും തന്ന എല്ലാവരും സംതൃപ്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കട്ടെ. ഒരു പരാതി ഇല്ലാണ്ട് ഓൺലൈനിൽ ഏറ്റവും നന്നായിട്ട് ഡീൽ ചെയ്യണത് നമ്മളാന്ന് പറയാൻ, എല്ലാവരും പറയാൻ കേൾക്കാനാണ് ഏറ്റവും അധികം ആഗ്രഹം. പീച്ച് എന്തോ ഒരു സ്നേഹമുള്ള മനുഷ്യരെ കാണാൻ പറ്റി. ഞാൻ ഇങ്ങനെ അവനവൻ്റെ മനസ്സിലിരിപ്പ് പോലെയാണെന്നല്ല എല്ലാവരുടെയും ചിന്ത. ഞാൻ ഓർക്കണേ എല്ലാവർക്കും കുശുമ്പൊക്കെയാ എല്ലാ മനുഷ്യനും. പക്ഷെ എന്തെല്ലാം മനുഷ്യരാ. യേശുബ്രാന്റെ സ്വഭാവമുള്ള യേശുബ്രാനല്ലേ പറഞ്ഞു പറഞ്ഞേ, നല്ല മനുഷ്യരും നല്ല സ്നേഹവും നല്ല പെരുമാറ്റവും. ഓൺലൈനിൽ ചിലർക്കൊക്കെ 2 പ്രാവശ്യമൊക്കെ അയച്ചു കൊടുത്തു. അവർ വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ ദിവസം 3 സെറ്റ് എടുത്തവർക്ക് 4 സെറ്റ് ബില്ലടിച്ചു കൊടുത്തു. വണ്ടിയെ ചെന്നിട്ട് ബില്ല് നോക്കി തിരിച്ച് കാശ് കൊണ്ടുവന്നു. ഞാൻ ഇത്രയും നല്ല മനുഷ്യരെ കണ്ടിട്ടില്ല. എന്തോ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ടു. അതാ എനിക്ക് അപ്പം മനസ്സിലായി, നിങ്ങളെല്ലാവരും യേശുബ്രാന്റെ മക്കളാണ്. നല്ല അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിയെ ചെന്ന് ചെക്ക് ചെയ്ത് അവർക്ക് തന്നെ ഒരു സംശയം തോന്നി, ഇത്രേ ആയുള്ളൂ കാശ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അടിച്ചില്ല. എൻ്റെ ദൈവമേ, അപ്പോൾ അങ്ങനത്തെല്ലാം മനുഷ്യരാണ് നമുക്ക് ദൈവകൃപയാ കടയിൽ വന്ന മനുഷ്യർ. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യർ. സാധനമൊക്കെ കിട്ടുമ്പോൾ ഞാനൊന്നും അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യരോട് നല്ലതാണ് ചേച്ചി സാധനം കിട്ടി താങ്ക് യു എന്നൊക്കെ അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല കേട്ടോ. നല്ല മര്യാദ. ഞാനതൊക്കെ കണ്ട് പഠിക്കണം എന്ന് ഓർത്തോണ്ടായിരിക്കണേ. ഓൺലൈൻ കണ്ടിട്ട് എന്നെ യേശുബ്രാൻ പറയുമായിരിക്കും,
നീ ഇതൊക്കെ കണ്ടുപഠിക്കാൻ, നല്ല മനുഷ്യരെയൊക്കെ കണ്ടുപഠിക്കാൻ. പിങ്ക്, മുന്തിരി ബ്രൗൺ. ഇനി ബെല്ലടിച്ചു കേട്ടോ. ഫസ്റ്റ് ബെല്ലടിച്ചു. പരീക്ഷ ഇങ്ങനെ 30 മിനിറ്റ് ആയെന്ന് കാണിച്ചു. ഇനി തരൂന്നാ, ഇനി പെട്ടെന്ന് തീർക്കും. പീച്ച് ബെല്ലടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ടെൻഷനല്ലേ, ഒന്നുകൂടെ ഓടിച്ചിട്ട് പിടിക്കണ പോലെ. അതുപോലെയാണ് 30 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേനും. ലാസ്റ്റ് ഒരു ഇത് നല്ല സെറ്റാ, ഫുൾ വർക്ക്. അടുത്ത വീഡിയോ കാണിച്ചാലോ. ഇതേ ഇങ്ങനെ നല്ല സെറ്റാട്ടോ. റേറ്റ് എത്രയാ? ബോട്ട ഇത് 1090 ഉള്ളൂ കേട്ടോ. ഷോള് ഫുൾ ഇങ്ങനെ ബോർഡർ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ബോട്ടം ടോൺ ടു ടോൺ 1090. നല്ല കളർ കോമ്പിനേഷനുകൾ. പേസ്റ്റൽ ഗ്രീൻ, $1090. ബോട്ടം സെയിം ആട്ടോ. നമുക്കിങ്ങനെ ഈ റണ്ണിങ് മെറ്റീരിയൽ ഇങ്ങനെ ടോൺ ടു ടോൺ ഉണ്ടാക്കാൻ ഭയങ്കര പാടാട്ടോ. അവർ ഡൈ ചെയ്ത് ഒന്നിച്ചൊത്തിരി മെറ്റീരിയൽ എടുത്ത് ഡൈ ചെയ്തുണ്ടാക്കണയാ. അയ്യോ, മേളിൽ ചെന്നിട്ട് സെയിം ബോട്ടം ഷോളും ഒക്കെ റണ്ണിങ് മെറ്റീരിയലിനെ നോക്കി ഭയങ്കര പാടാട്ടോ. എൻ്റെ ദൈവമേ, ആഷ് തന്നെ എന്തോ ഒരു സൈസാ, ബ്ലാക്ക് തന്നെ 100 സൈസ്. നമ്മൾ ഓർക്കോ ബ്ലാക്ക് ഡിഫറെൻ്റ് ആയിട്ടുണ്ടെന്ന്. ബ്ലാക്കിന് എത്ര കളറായിട്ടാണ് തോന്നണേ? ബ്രിക്ക് റെഡ് ആണോ? അല്ല, അതും ഒരു വെറൈറ്റി പീച്ച് അല്ലേ? ആഷ് കാണിച്ചായിരുന്നോ? ഇല്ലേ, ഇതിൻ്റെ ആഷല്ലായിരിക്കും കാണിച്ച, വേറെ ആഷായിരിക്കും കാണിച്ച. എല്ലാം കാണിച്ചു. എല്ലാം തരുമെന്ന് എടുത്തോ. യേശുപുരം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.